സർവേശ്വരി, മഹാമായേ, ഇന്നും നട അടച്ചോ? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ? പിന്നെ എന്തിനാ നട അടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ? ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ? സത്യമായിട്ടും ഇല്ലല്ലോ? പിന്നെ എന്തിനാ ദേവി വെറുതെ നട? റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ? പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശംഖുവിന്റെ ഒരു നിർബന്ധമാണ്, ചെറിയൊരു നിർബന്ധം. ദേവി, ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തണ്ടി നടക്കുന്നൊരു പാവമല്ലേ ശംഖു? ശംഖുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ശംഖുവിന് ദേഷ്യം വരും. മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി, തുറക്കാൻ. ദേവി, ദേവി, തുറക്കാൻ. ഇവിടെയാ കിടപ്പ്. ചേച്ചി, ദേ നോക്ക്, തെക്കേപ്പറമ്പിൽ സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന ആളാ. സാവിത്രി കുട്ടിയോ? കാണാൻ കൊതിച്ചൂലോ നിന്നെ. ഈ വഴിക്ക് അമ്പലത്തിൽ പോക്കും വേണ്ടാന്ന് വെച്ചോ? ഇവിടെ ഒന്ന് കേറിയെന്നറിഞ്ഞ പിന്നെ അച്ഛനേട്ടൻ അത് മതിയല്ലോ. എന്നോടുള്ള വൈരാഗ്യം ഈ ജന്മം തീരില്ല മൂപ്പർക്ക്. അച്ഛമാമ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദിവസം ഉണ്ണിമാമയുടെ അടുത്ത് വരാൻ മുടക്കം വരുത്താറില്ലല്ലോ ഞാൻ. മോളുടെ പുറത്താണ് അല്ലേ? എല്ലാ ശാപങ്ങളും തുടങ്ങിയ ദിവസം. സുഭദ്ര മരിച്ചിട്ട് 23ാമത്തെ വർഷം. ഞാനത് എന്തേ ഓർക്കാതെ പോയത്? ഉണ്ണിമാമയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും. കാക്കരക്കാവിൽ ഇപ്പോഴും മഞ്ഞച്ചമ്പകം പൂക്കണുണ്ടോ ആവോ? അത് അവക്ക് വേണ്ടിയാ പൂക്കണത് എന്നായിരുന്നു പറച്ചില്. മദ്രാസിക്ക് അയക്കാനുള്ള വീണ ഇതുവരെ അയച്ചില്ലേ? അന്ന് വരുമ്പോ തിരക്കിട്ട പണിയായിരുന്നല്ലോ ഉണ്ണിമാമ. ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. എത്ര ശ്രമിച്ചിട്ടും ശ്രുതി ചേരുന്നില്ലേ എന്നൊരു സംശയം. സംശയങ്ങൾ തീരായി ഉണ്ണിമാമയുടെ കൂടപ്പിറപ്പാ. എത്രയായാലും തൃപ്തിയാവില്ല. തിരക്കും ബഹളവും ഏത് കച്ചവടത്തിനും ആവാം. ക്രിയേഷൻ അത് പറ്റുമോ? നിന്റെ കൈകൊണ്ട് ഒന്ന് മീട്ടി കെട്ടിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ പതിവും. ശ്രീകുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഇടയ്ക്ക് അവളെ എങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് സാവിത്രി തെണ്ടാൻ പോയില്ലേ? ഉണ്ണിമാമയുടെ അടുത്തൊന്ന്. ഉണ്ണിമാമ
അന്നം തരണ പ്രതാപവർമ്മ തമ്പുരാന്റെ വായിലിരിക്കണ തെറി എന്നെ കേൾപ്പിച്ച് അടങ്ങൂല്ലേ? അദ്ദേഹത്തിന് കണ്ണെടുത്താ കണ്ടോളായി ഉണ്ണിമാമേ. ഈ കുടുംബത്തിന് ആരും അവനായിട്ട് ബന്ധപ്പെടുന്നത് തമ്പുരാന് ഇഷ്ടമല്ല, അറിയാലോ. ഉപകാരം ഏതായാലും ഇല്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. സംഗീതം അത്രേ, സംഗീതം. ആവശ്യത്തിന് സംഗീതം, അത്യാവശ്യത്തിന് ദൈവദോഷമൊക്കെ ഇവിടെയും കയറി വന്നൂലോ. എന്നിട്ട് മതിയായില്ലേ? പെൺകുട്ടിയോട് നാളെണ്ണം വേറെ ഉണ്ട് ഇവിടെ. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ സാവിത്രി കുട്ടി എന്തിനാ വെറുതെ? അച്ഛമാമയുടെ ഇഷ്ടം അനിഷ്ടം തീരുമാനിക്കുന്നത് തമ്പുരാനാ. ആ തമ്പുരാൻ തീരുമാനിച്ച നമ്മളാരും ഉണ്ണിമാമയെ കാണാൻ പാടില്ലെന്നാണോ അമ്മമ്മയും പറഞ്ഞു വരുന്നത്? അവിടെ പോണ്ടെന്നും ഉണ്ണിയെ കാണണ്ടെന്നും അമ്മുമ്മ പറയില്ല കുട്ടി. പണ്ടും എന്റെ മക്കളെക്കാളേറെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. കേസിന് പോണ ദിവസം അച്ഛന് കലിയും തുള്ളിലും കുറച്ച് ഏറിയാ. സാവിത്രി ചേച്ചിയാണെങ്കിൽ മറുത്തൊരക്ഷരം പറയില്ല. അച്ഛൻ നാളെ മടങ്ങുള്ളൂ അത്രേ. ചേച്ചി, ആൽപ്പറമ്പിൽ കളി കാണാൻ പോവാ നമുക്ക്. ഒരാള് ജീവനോടെ കുഴിച്ചിടും അത്രേ. അപ്പൊ അയാള് മരിച്ചോല്ലേ? അയ്യേ, ഈ മിനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല. അതൊക്കെ കങ്കട്ടാടി. കങ്കട്ടാര് ഒരു കാലത്തും മരിക്കൂലേ? ചേച്ചി 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 വരുമോ ഞങ്ങളുടെ കൂടെ? ചേച്ചിയില്ല, ഇതൊക്കെ കുട്ടികൾ കണ്ട കളിയല്ലേ. കുഞ്ഞിലക്ഷ്മി, അമ്മ തുടങ്ങി. ഇങ്ങനെ പാവങ്ങൾ പിഴിഞ്ഞെടുക്കല്ലേ. കടലാണോ? ശരിക്കും നോക്കിയില്ലേ? ഇതല്ല കട്ടെടുത്ത സാധനം ഇങ്ങനെയാണോ പറഞ്ഞേ? കട്ടെടുത്തുന്നോ? അനാവശ്യം പറയരുത് കേട്ടോ. വീണെടുത്ത് കിടന്നുള്ളാതെ അതിങ്ങടുത്ത് കൊടുത്തേക്ക് പെണ്ണേ. എന്തോ സാധനം കൊടുക്കാൻ അയാൾ പറയുന്നേ? നീ കട്ടെടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോടി കള്ളി. കള്ളി നിങ്ങളുടെ അടിച്ചു ഞാൻ. അതിങ്ങ് കൊടുക്കടി. എന്തോന്നാടോ കൊടുക്കണ്ടേ? മര്യാദക്ക് സാധനം തന്നില്ലെങ്കിൽ പിടിച്ചാൻ പോലീസിലേപ്പിക്കും പറഞ്ഞേക്കാം. ഓ, പോലീസ് കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ചുമ്മാ നിൽക്കുന്നതിനെ പിടിച്ചോണ്ടുവന്നാലാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാരെന്നാ പറയുന്നത്. നിഷ്കളങ്കരായ ജനങ്ങളെ പിടിച്ചോണ്ടുവന്ന പോലീസ് എന്തൊരു പോലീസാണ് എന്റെ അമ്മോ. പിന്നെ വരട്ടെ കൈയിരിക്കട്ടെ. പോലീസിനെ കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവളെ ഈ കടയിൽ സോപ്പ് മോഷി. ഈ കടയിൽ നിന്ന് സോപ്പ് ഓടിച്ച് അതാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നത്. പോലീസിനെ പോകാം. പോലീസിനെ പട്ടാളെന്ന് വിളിക്കേണ്ട കാര്യമില്ല. കാര്യമില്ല. നമുക്ക് അവളെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാം. എനിക്ക് വേറെ ചില സംശയങ്ങളുണ്ട്. പരിശോധനയൊക്കെ അതിന്റെ വീട്ടിൽ എന്താ പ്രശ്നം? എന്താ കടയിൽ നിന്ന് സോപ്പ് പൊട്ടിച്ചു? ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ചേട്ടി പോലീസിലേപ്പിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശരിയാണോ? ആണോ? നീ കേട്ടോ? പിന്നെ ആരാ കണ്ടത്? ഇയാള് കണ്ടു. ഇയാൾ എന്തുവാ കണ്ടത്? ഈ കുട്ടി കടയിൽ അങ്ങനെ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കണ്ടു അത് എന്ത് ചെയ്തെന്ന് പറയണം. റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? ഞങ്ങൾ എന്താ തെരുവ് ജീവിക്കുന്നവർക്ക് മര്യാദ ഇല്ലെന്ന് വിചാരിച്ചോ? നീ നടക്കുമ്പോളെ വളരെ മോശമായി പോയി കേട്ടോ. അപ്പൊ സോപ്പ് 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 ഞാൻ തരാം. താൻ കണ്ടു പറഞ്ഞേ. നീ ഞാൻ കണ്ടതാണോ? ഒരു പാവം പെൺകുട്ടിയുടെ മാനം നടു റോഡി വെച്ച് പൊട്ടിത്തെറിക്കണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇറങ്ങിക്കേ. ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യം പറയാത്ത കുമാരി കസ്തൂരി അണ്ണനോട് സത്യം പറ. അവിടെ നിന്ന് അടിച്ചു മാറ്റിയത്? ഒന്നും അടിച്ചു മാറ്റിയില്ല. അടിച്ചു മാറ്റാതിരിക്കണമെങ്കിലേ കസ്തൂരി കസ്തൂരി അല്ലാതായിരിക്കണം. ഇങ്ങെടുത്തേ. എന്തോന്ന്? ഇങ്ങെടുക്കാൻ. ഒരു വാസന സോപ്പ്. ഇതാ മോളെ, പട്ടിണി കിടന്നാലും മോഷ്ടിക്കരുത്. ആര് കണ്ടില്ലേലും ദൈവം കാണും. ഞാൻ ഇതെടുത്തത് വെച്ച് ദൈവത്തിനെന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിക്കുന്നത് മതി. അല്ലാത്തൊന്നും ആശിക്കരുത്. മോക്ക് എന്താവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞ പോരെ. ശീലിച്ചു പോയതുകൊണ്ടാ. നമുക്കിനി ആ ശീലം വേണ്ട. നീ കയറ്. വേണ്ട. എങ്കിൽ നടന്നു വാ. ഓ, സൈക്കിൾ അഭ്യാസി അല്ലേ? പറയണ കേട്ടു. വെറും അഭ്യാസങ്ങൾ മാത്രമല്ല,
പാട്ടും ഡാൻസും ചോലുവായനും ഒക്കെ ആയിട്ട് ആളുകളെ നല്ലപോലെ രസിപ്പിക്കണമെന്നും കേട്ടു. സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ കേട്ടത് പാടുന്നു, അത്രേ ഉള്ളൂ. നന്നായിരിക്കുന്നു, നല്ല സ്വരം, ഭാവമുണ്ട്. നാടുവാഴിക്കായാലും നാടോടിക്കായാലും സംഗീതം മനസ്സിൽ നിന്ന് വരണം, എങ്കിലേ ഭാവം ഉണ്ടാവൂ. പുള്ളി നടന്നോട്ടെ. ഈ പാണപ്പുഴയുടെ പാട്ട് കേട്ടാണ് ഞങ്ങൾ കാക്കരക്കടവുകാരുടെ ഓരോ ദിവസവും ആരംഭിക്കുക. എന്നും പുലർച്ചയ്ക്ക് ഈ പാട്ടിന് കാതോർക്കാൻ ഇവിടെ വരും. ശരീരം തണുക്കുന്നതോടൊപ്പം മനസ്സും തണുക്കും. കയറി വന്നോളൂ. വേണ്ട, അയിത്തോം തീണ്ടലും ഒന്നുമില്ല, താൻ കയറി വാ. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവന്മാരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുക, ജാതിയും മതവും നോക്കാതെ കണ്ടവരുമായി കൂട്ടുകൂടി നടക്കുക, മ്ലേച്ഛന് സംഗീതം പറഞ്ഞു കൊടുക്കുക. പണ്ടും കാരണവന്മാര് എന്റെ പേര് കാണുന്ന കുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഊരുതണ്ട് നടക്കുന്നവൻ, നാടിനും വീടിനും കൊള്ളരുതാത്തവൻ, താൻ തോന്നി, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. താനിരിക്ക. ഇരിക്കടോ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണമെന്ന് വെച്ചാൽ കാപ്പിയിടലും അത്യാവശ്യം കഞ്ഞി വെക്കലും ഒക്കെ തനിച്ചാണ്. ഒന്നും വേണ്ട. കുടുംബമൊക്കെ ഈശ്വരൻ കടം തന്ന ഭൂമിയില് അതിരുകളില്ലാത്ത ആകാശത്തിന്റെ ചുവട്ടില് ഒറ്റത്തടി. ഇതായിപ്പോ എന്റെ കുടുംബം. അടുത്തതായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സകലകലാ വല്ലഭനായ ശ്രീമാൻ ശംഖു നിങ്ങളെ ഏവരെയും രസിപ്പിക്കുന്നതിന് വേണ്ടി ചില കൺകെട്ട് പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് പന്ത് എന്ന കുന്തം. കസ്തൂരി ബോളിവുഡ് ഏതാനും പന്തുകൾ കൊണ്ട് ചില കൺകെട്ട് വേലകൾ അദ്ദേഹം കാണിക്കാൻ പോവുകയാണ്. என்ன பால்? நல்லா பாருங்க, நல்லா பாருங்க. ആകാശത്തേക്ക് വലിച്ചെറിച്ച റബ്ബർ പന്ത് ജീവനുള്ള തവളയായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഒരു സഹോദരൻ ആ തവളയെ എടുത്തുകൊണ്ട് ചുട്ടുതിന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാ മറ്റൊരു പന്ത് തവളയായി ഞങ്ങളുടെ അംഗമായ പരമന്റെ പോക്കറ്റിലേക്ക് വീടിരിക്കുകയാണ്. കുട്ടിയെല്ലാം ചേർത്ത് കൈയടിച്ച് അടിക്കൈ. நம்ம பருவனுக்கு என்ன ஆச்சு? தெரியாது, பைத்தியம் பிடிச்சிருக்கு போல இருக்கு. இந்த பைத்தியம் ஏறி போச்சு. ஆமா, மாத்திரை பரமா. നീ വലിയ അഭ്യാസക്കാരൻ തന്നെ. അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനും നിന്നെ പോലെ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുകയാണ് ഈ കൂട്ടത്തിൽ. എന്നെ കൊച്ചാക്കരുത്. എന്ത് പറ്റി? നിന്റെ അവളുടെയും തമാശ നാട്ടുകാർക്ക് നല്ലോണം സൂഹിക്കുന്നുണ്ട്, നിങ്ങളും നല്ലോണം സൂഹിക്കുന്നുണ്ട്. അതിനിപ്പോ എന്ത് വേണം? ഇങ്ങനെയാണെങ്കിൽ പരമനും ഒന്ന് സൂഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. സൂഹിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാൻ സൂഹിക്കും. സൂഹിച്ചോ? അയ്യോ നേരം പാതിരിയായിട്ടും അടങ്ങിയില്ലേ കാലമാടന്മാരെ? അയ്യോ, പ്രൊഫസർ പരമചേട്ടനല്ലേ? അതെ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ കറങ്ങിക്കൊണ്ടിരിക്കണ? അല്ല, പിന്നെ പരമചേട്ടനല്ലേന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞതോ? പരമൻ ചേട്ടനല്ല, പരമന്റെ ചേട്ടൻ. ഞങ്ങളെ ഇരട്ട പറ്റതാ. ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമാണ് ഞങ്ങളെ തമ്മില്. തലേ ദിവസം എന്നെ പ്രസവിച്ചു, ഞാൻ സർക്കസിന് പോയി. പിറ്റേ ദിവസം അവനെ പ്രസവിച്ചു, അവൻ സൈക്കിൾ യജ്ഞത്തിന് പോയി. ഇടയ്ക്കിടയ്ക്ക് അവനൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. അവൻ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മാസത്തേക്ക് ഇനി സൈക്കിളിൽ നിന്ന് ഇറങ്ങില്ല. അതാണല്ലോ സൈക്കിൾ യജ്ഞം. പറിച്ചു വെച്ച പോലുണ്ട്. പെറ്റ തള്ളയ്ക്ക് പോലും മാറിപ്പോവും. ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ പെറ്റുന്നു. അതെ, എന്താ ഏട്ടാ? അയ്യോ, ആ സ്ത്രീയെ സമ്മതിക്കണം. ഞാനൊരു സത്യം പറഞ്ഞ ചേട്ടനും ചേച്ചിയും അവനെ വെറുക്കരുത്. പരമൻ ചേട്ടനെയോ? ഏയ്, പരമൻ തൽസ്വഭാവി, നല്ല ഒന്നാന്തര അഭ്യാസി. എന്റെ അനുജനായോണ്ട് പറയല്ല, സൗകര്യപ്പെട്ട ചേച്ചി അവനൊന്ന് പരിചയപ്പെടണം. സ്ത്രീകളുമായിട്ട് അങ്ങനെ ചാടിക്കേറി പരിചയപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ല.
ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മറ്റവന്റെ കാര്യമാണ്. ശംഖു എന്ന് പറഞ്ഞൊരുത്തൻ ഇവിടെ വരാറില്ലേ? വരാറില്ലെന്നു. കുറച്ചു നേരത്തെ അവൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അവൻ വന്ന വാരി കോരി കാശ്. ആ തെറ്റിപ്പോയി. ഇതൊക്കെ അവന്റെ വേലകളാ. നിങ്ങളുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാൻ പറയാം. കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും സത്യം പറയാതിരുന്ന ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ. ചെറുപ്പക്കാരികളായ ഭാര്യമാരിലാണ് അവന്റെ നോട്ടം. തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കടുത്ത ഒരു പോലീസുകാരന്റെ ഭാര്യ അവൻ അടിച്ചോണ്ട് പോന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരന്റെ ഭാര്യ അടിച്ചോണ്ട് പോയി. കൊണ്ടോട്ടിൽ നിന്ന് ഒരു മുസലിയാരുടെ ഭാര്യ അടിച്ചോണ്ട് പോയി. വയസ്സുകാലത്ത് ചേട്ടൻ വളരെ സൂക്ഷിക്കണം. ചേച്ചി നന്നേ ചെറുപ്പം. എത്രയായി? മുടിയോണ്ട് എങ്ങനെയാ കാറേറ്റി വലിക്കുക? സരസ് പറഞ്ഞല്ലോ. അത്രയ്ക്ക് ശക്തി ഉണ്ടാ? പിന്നെ ശക്തി ഉണ്ടാവൻ ഇരുമ്പാ തിന്നാ. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഉണ്ണിക്കുട്ടൻ. ശ്രീകുട്ടി വരണുണ്ടോ? ചെല്ലേ കാത്തേക്കണ. ഇപ്പൊ വരാട്ടോ. എവിടെ പോവാ? അമ്പലത്തില്. കൺകെട്ടറിയാന്ന് സരസ് പറഞ്ഞല്ലോ. അറിയോ? ഒന്ന് കാണിച്ചു തരാ. കാണാൻ വരണമെന്നൊക്കെ മോഹമുണ്ട്. അച്ഛൻ സമ്മതിക്കില്ല. ഒന്ന് കാണിച്ചു തരൂ. ഒന്ന് കാണിച്ചു തരൂ. ശരി. ഇത് കണ്ടല്ലോ, കണ്ടല്ലോ. പന്ത് എവിടെ പോയി? പന്ത് എവിടെ പോയി? പന്ത് പന്ത് തവളയാക്കോ? പന്ത് തവളയല്ല, പൂച്ചയാക്കാം. പൂച്ച അല്ല, ഈ പന്ത് വേണ്ട. ചേച്ചിയുടെ കയ്യിൽ എന്താ? നാളികേരം. നേരെ നോക്കിയേ. നാളികേരം ആണല്ലോ. ഇപ്പൊ നോക്കിയേ. വെറുതെ കുട്ടികൾക്ക് വേണ്ടി ഒരു തമാശ കാണിച്ചത്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം. പൂച്ച പൂച്ചയുടെ വീട്ടിൽ പോയി.